അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു നിവേദനം ഇബ്നു കസീറൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ ഇബ്നു മസ്ഊദ് പറയാണ്, മാമിൻ മുസ്ലിമിൻ ഖാൽ അബ്ദിൻ മുസ്ലിമിൻ ഖാൽ, മുസ്ലിമായ ഒരു ദാസൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വതബാറകല്ലാഹ്. ഇത് ഒരു മുസ്ലിമായ ദാസൻ പറഞ്ഞാൽ, ഏതൊക്കെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ തബാറകല്ലാഹ്. ഇത് ഒരു ദാസൻ പറഞ്ഞാൽ, ഇല്ല അഖദഹുന്ന മലക്കുൻ, ഒരു മലക്ക് എന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കും. ഒരു മലക്ക് അതിനെ സ്വീകരിക്കും. സുമ്മ വദഅഹു തഹ്ത ജനാഹൈഹി, എന്നിട്ട് മലക്ക് അതിനെ പിന്നീട് മലക്ക് അതിൻ്റെ ചിറകുകൾക്ക് ചുവട്ടിൽ അതിനെ വെക്കും. സുമ്മ യസ്അദു ബിഹിന്ന സുമ്മ അഖദഹുന്ന തഹ്ത ജനാഹൈഹി സുമ്മ യസ്അദു ബിഹിന്ന ഇല സമ, പിന്നീട് ആ വചനങ്ങൾ കൊണ്ട് മലക്ക് മാനം കയറും. ഹദീസ് ആ അസറിൽ പറയാണ്, ഫല യമുറു ബിഹിന്ന അല മലഇ മിനൽ മലക്ക്, മലക്കുകളുടെ കൂട്ടത്തിലൂടെ ഈ കലിമകൾ കൊണ്ട് ഈ മലക്ക് കടന്നു പോകുമ്പോഴെല്ലാം ഇസ്തഗ്ഫറു ലി സാഹിബിഹിന്ന എന്നാണ്. ഈ വാക്കുകൾ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് ആ മലക്കുകൾ അവിടെ വെച്ചിട്ട് പാപമോചനത്തിന് തരുന്നതാണ്. ഇസ്തഗ്ഫറു ലി സാഹിബിഹിൻ. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ തബാറകല്ലാഹ്. 5 വാചനങ്ങൾ ഇത് ചൊല്ലിയവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ പറയാണ്, പിന്നെ ഹത്താ യജീഅ ബിഹിന്ന വജ്ഹല്ലാഹ്, പിന്നെ മലക്ക് എന്ത് ചെയ്യും? എതിർത്ത മലക്ക് അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്ക് ഇതുമായി ചെല്ലുന്നതാണ്. ഏതുമായി ചെല്ലും? ഈ ചൊല്ലിയ ഈ കലിമത്തുകളുമായിട്ട് ചെല്ലും എന്നാണ്.